ഈ നടിക്കൊപ്പം അന്നും ഇന്നും ഒരുപോലെ നിലയുറപ്പിച്ചത് WCC ആണ്. ഈ നിയമ പോരാട്ടത്തിനിറങ്ങിയ അതിജീവിതയ്ക്കൊപ്പം സിനിമയിലെ ചില വനിതകളും സധൈര്യം നിലയുറപ്പിച്ചപ്പോൾ മലയാള സിനിമയിൽ തന്നെ പിറന്നത് ഒരു പുതുചരിത്രമാണ് എന്ന് നമുക്ക് പറയാം. സിനിമയിലെ സ്ത്രീ സുരക്ഷ മുന്നോട്ടുയർത്തി വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന വനിതാ സംഘടന പുതിയൊരു വിപ്ലവത്തിന് തന്നെയാണ് തുടക്കമിട്ടത്. ദിലീപിനെ ചേർത്ത് നിർത്തിയ അമ്മ സംഘടനയ്ക്ക് പോലും ആ തീരുമാനം തിരുത്തേണ്ടി വന്നൊരു സമയമായിരുന്നു. മീറ്റു വെളിപ്പെടുത്തലുകളും ഹേമ കമ്മിറ്റിയും പോഷ് ആക്ട് നടപ്പിലാക്കിയതും എല്ലാം വനിതാ കൂട്ടായ്മയുടെ വലിയ പോരാട്ട വിജയമാണ്. ഇരയ്ക്കൊപ്പം വേട്ടക്കാരനെയും അമ്മ സംഘടന ചേർത്ത് പിടിച്ചപ്പോൾ പ്രതിഷേധം ഉറക്കെ പറഞ്ഞ് പുറത്തേക്കിറങ്ങിയവർ രമ്യ നബീഷൻ, പാർവതി, റിമാക്കലിങ്കൽ, പത്മപ്രിയ, രേവതി അടക്കം നിരവധി പേർ. മലയാള സിനിമയിൽ അതിജീവിതയ്ക്കൊപ്പം എന്ന ആദ്യമായി ശബ്ദമുയർത്തിയവർ അവരായിരുന്നു. മലയാള സിനിമയിലെ വിപ്ലവകരമായ മാറ്റങ്ങളുടെ തുടക്കവും അവിടെ നിന്നാണ്. അതിജീവിതയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് സിനിമാ സെറ്റിനകത്തും പുറത്തും സ്ത്രീകൾ നേരിടുന്ന അരക്ഷിതാവസ്ഥ തുറന്നുകാട്ടി സിനിമയിലെ സ്ത്രീകൾ ചേർന്ന WCCക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. ദിലീപിനെ വീണ്ടും സംഘടന ചേർത്ത് പിടിച്ചപ്പോൾ കൈയടിച്ചു സ്വീകരിച്ചവർക്കിടയിൽ പ്രതിഷേധ സ്വരം ഉയർത്തിയത് വിമൻ ഇൻ സിനിമ കളക്റ്റീവാണ്. അമ്മ സംഘടനയിലെ ഓരോ നിലപാടുകളും പിന്നീട് WCCയിലെ അംഗങ്ങൾ പരസ്യമായി ചോദ്യം ചെയ്തു. പിന്നാലെ മീറ്റു വെളിപ്പെടുത്തലുകളും തുറന്നു പറച്ചിലുകളുമായി മലയാള സിനിമയിലെ വനിതകൾ സധൈര്യം മുന്നോട്ട് വന്നു. ജനറൽ ബോഡിയിലെ ജനറൽ സെക്രട്ടറിയായ നമ്മുടെ ഇടവേള ബാബുവിനെ ഞാൻ വിളിച്ചു. ആൻഡ് ഐ വാണ്ടഡ് ടു നോ ഫ്രം ഹിസ് മൗത്ത് വാട്ട് ഹാപ്പൻഡ്. അന്ന് അദ്ദേഹത്തിന് പറയാനുള്ള ആദ്യത്തെ കാര്യം എന്താ നടന്നതെന്നുള്ളതല്ലായിരുന്നു, വിഷമമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത്? എന്തിനാണ് അമ്മയുടെ പേര് മോശമാക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളോട് വന്ന് സംസാരിച്ചാൽ മതി. നീതിക്കും തുല്യതയ്ക്കും മാറ്റത്തിനും വേണ്ടിയുള്ള പോരാട്ടം അവിടെയും നിന്നില്ല. മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് WCCയിലെ വനിതാ അംഗങ്ങൾ എത്തിയപ്പോൾ രാജ്യത്തെ സിനിമാ മേഖലയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി സ്ത്രീ സുരക്ഷയ്ക്കും പ്രശ്നപരിഹാരത്തിനുമായി ഹേമ കമ്മിറ്റി നിലവിൽ വന്നു. ഹേമ കമ്മിറ്റിക്ക് മുന്നിലെത്തിയ വനിതകൾ നാളിതുവരെ നേരിട്ട അതിക്രമങ്ങൾ ഒന്നാകെ തുറന്നു പറഞ്ഞു. തുടരന്വേഷണം വന്നതോടെ പല ബിംബങ്ങളും തകർന്നു വീണു. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സിനിമാ സെറ്റുകളിൽ ആഭ്യന്തര പ്രശ്നപരിഹാര സെല്ലുകൾ നിലവിൽ വന്നു. സെറ്റിലെ സുരക്ഷയ്ക്കൊപ്പം കഥയിലും തിരക്കഥയിലും നിറഞ്ഞു നിന്ന സ്ത്രീവിരുദ്ധത പരസ്യമായി ചോദ്യം ചെയ്യപ്പെട്ടു. സ്ത്രീവിരുദ്ധത ചോദ്യം ചെയ്തതിന്റെ പേരിൽ പാർവതി അടക്കമുള്ളവർ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു. തൊഴിൽ ചൂഷണത്തിനെതിരെയും വേതനത്തിലെ വേർതിരിവിനെതിരെയും ശബ്ദങ്ങൾ ഉയർന്നു. മലയാള സിനിമയിൽ നിന്ന് തുടങ്ങിയ മാറ്റത്തിന്റെ കാറ്റ് മറ്റു ഭാഷകളിലേക്കുമെത്തി. സിദ്ദിഖ്, ഇടവേള ബാബു, മുകേഷ് അടക്കം സംഘടനയിലെ പ്രമുഖരിലേക്ക് കേസുകളെത്തി. പരാതികൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി എത്തിയതോടെ മോഹൻലാൽ പ്രസിഡന്റായ അമ്മയുടെ ഭരണസമിതി തന്നെ പിരിച്ചുവിടേണ്ടി വന്നു. മറ്റു സിനിമാ സംഘടനകളിലും വിവേചനങ്ങൾ സ്ത്രീകൾ പരസ്യമായി ചോദ്യം ചെയ്ത് രംഗത്തു വന്നു. മുഖ്യധാരാ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോഴും അതിജീവിതയ്ക്കൊപ്പം എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചവരാണ് പാർവതിയും റിമയും അടക്കമുള്ളവർ. നിയമപരമായി തന്നെ സിനിമാ മേഖലയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നവർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആ മാറ്റം മലയാള സിനിമയിൽ നിന്ന് അന്യഭാഷകളിലേക്ക് പോലും എത്തി. യുവതലമുറയിലെ പുതുമുഖങ്ങൾക്ക് ചൂഷണങ്ങൾക്കെതിരെ ശക്തമായി വെളിപ്പെടുത്തലുകൾ നടത്താൻ കരുത്തു പകർന്നതും ആ മുഖങ്ങൾ തന്നെയാണ്. മലയാള സിനിമയുടെ തലപ്പത്തേക്ക് പോലും ആ മാറ്റം ഒടുവിലെത്തി. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ബിനു തോമസിനൊപ്പം പ്രിയ, മാതൃഭൂമി ന്യൂസ്. സിനിമാ ലോകത്തെ സ്ത്രീ സുരക്ഷയില്ലായ്മ, സ്ത്രീ വിരുദ്ധത, ബോഡി ഷേമിംഗ് ഇതെല്ലാം തുറന്നുകാട്ടപ്പെട്ടത് കൂടി ഈ കാലഘട്ടത്തിലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് സിനിമാ ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ വ്യക്തമായി ഓരോ ക്രിസ്റ്റൽ ക്ലിയറായി അറിയുന്നത്. ഓരോ താരങ്ങളുടെയും യഥാർത്ഥ മുഖം എന്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. അതെല്ലാം WCCയുടെ കൂടി പോരാട്ട വിജയമാണ്. ഇനി നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരുമ്പോൾ അത് അതിജീവിതയുടേത് മാത്രമല്ല, WCC കൂടി കാത്തിരുന്ന ഒരു വിധി ദിനമാണ്.